ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് വീഡിയോ ചെയ്യണേ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ ചായ ഒക്കെ വെള്ളം വെച്ച് പിന്നെ പൂരി ഉണ്ടാക്കാനും മാവ് റെഡിയാക്കാനും നിന്നു കേട്ടോ. ഗോതമ്പ് പൊടി കൊണ്ടാണ് പൂരി ഉണ്ടാക്കണേ. സാധാരണ ഞാനിതിൽ കുറച്ച് റവ ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്നതില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പൂരി കറക്റ്റായിട്ട് കിട്ടുമെന്ന്. പൂരിയുടെ മാവ് റെഡിയാക്കിയപ്പോഴേക്ക് ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പൊടിയിട്ട് തീ ഓഫ് ചെയ്തിട്ടോ. പിന്നെ കറി ഉണ്ടാക്കാൻ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും ഉണ്ടെങ്കിൽ വോയിസ് കൊടുക്കണതിലോ വീഡിയോസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമൻ്റായിട്ട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കറിയാണ് ഉണ്ടാക്കണത്. ബീഫ് തലേന്ന് വേവിച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇടാന്നുള്ളൂ. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. കുട്ടികളൊക്കെ ചിലപ്പോഴേ കറിയൊക്കെ എടുക്കാറുള്ളൂ. കറി റെഡിയാക്കുന്ന സമയത്ത് ഞാൻ പൂരിയുടെ മാവ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. അതിൽ കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുത്തിട്ട് അപ്പം ഇനി അത് ബോൾസാക്കിയിട്ട് നമുക്ക് പത്തിരി പ്രസ്സിൽ വെച്ച് പരത്തിയിട്ട് ചുട്ടെടുക്കണം. അപ്പം നമ്മൾ പൂരി ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ നിൽക്കണേ. പരത്തൽ നമ്മൾ നേരത്തെ കഴിച്ച് വെച്ചാൽ അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ റവ ഇട്ടിട്ടില്ല എന്നുള്ള ടെൻഷൻ മാറി കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പൂരിയൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുത്തു. പിന്നെ ഫുഡ് ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടക്കോടെ ചെയ്തു. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു. റിക്കു അപ്പത്തിന് മദ്രസ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പാത്രങ്ങളും കൂടി കഴുകി വെച്ചിട്ടാണ് പിന്നെ ചോറുണ്ടാക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ. ഞാനിവിടെ ഗ്യാസുമ്പോൾ കുക്കറിലാണ് ചോറ് വെക്കൽ. ആകെ കുറച്ച് ചോറ് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ കൂടുതൽ പണിയൊന്നും എടുക്കാൻ നിൽക്കലില്ല. അപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് പിന്നെ ഞാൻ മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ വേറൊരു മീനാണ് കേട്ടോ, ഏതാണെന്ന് എനിക്കറിയണില്ല. അപ്പോൾ ഞാൻ അതൊക്കെ നന്നാക്കി എടുത്ത് പിന്നെ കുറച്ച് പൊരിക്കാനും കുറച്ച് കറി, അതുകൊണ്ട് തന്നെ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. ആ ടൈമിൽ ചോറൊക്കെ വേവുന്നുണ്ടായിരുന്നു. പിന്നെ മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കേട്ടോ, നല്ല പോലെ കഴുകിയെടുത്തു. പിന്നെ ഞാൻ കറിക്കുള്ള കഷ്ണങ്ങൾ കുറച്ച് മുറിച്ച് മാറ്റിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കറി വെക്കുന്നത് മീനിൻ്റെ തലഭാഗം മാത്രം എടുത്തിട്ടാണ്. അപ്പോൾ ആകെ കുറച്ച് കറി ഉണ്ടാക്കിയാൽ മതി. ഉച്ചക്ക് എനിക്ക് മാത്രമേ ഉള്ളൂ കറി വേണ്ടത്. ആ ടൈമിലൊക്കെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി റിന്നി ഓരോന്ന് പൊട്ടിച്ചു കൊടുക്കാനും ഓരോന്ന് എടുത്തു കൊടുക്കാനും ഒക്കെ പറഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതാക്കിയിട്ട്. പിന്നെ നമ്മൾ മീൻ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകിൻ്റെ ഒരു തൈന് 2-3 പച്ചമുളക് പറിച്ചെടുത്തു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് മീനിന് മസാല എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. നമുക്ക് മറ്റേ വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി, പുളി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത്, പിന്നെ ഫിഷ് മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കലാണ്. എന്നിട്ടത് നല്ലോണം മീനിൽ തേച്ച് കൊടുക്കണം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കണം. അപ്പോൾ ആ മസാലയൊക്കെ അതിലേക്ക് നല്ലപോലെ പിടിച്ചോളും. ഞാൻ മസാലയിൽ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനിലൊക്കെ നല്ലപോലെ മസാല തേച്ച് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡെയിലി രാവിലെ മുതലേ മഴയാണ്. എപ്പോഴെങ്കിലും ഒന്ന് വെയിലറിച്ചാലുള്ളൂ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന്
ശരിയാക്കട്ടെ എന്ന് വിചാരിച്ച് റൂമിൽ ചെന്നപ്പോൾ റിന്നി അവിടെ എന്തോ ഒരു പരിപാടിയിലാണ്. കളറും കളറിങ് ബുക്കൊക്കെ എടുത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓളൊന്ന് പോട്ടെ എന്ന് വിചാരിച്ചു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാൻ. അപ്പോൾ ഓൾ ബെഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനതൊക്കെ ഒന്ന് തട്ടിയിട്ട് വിരിച്ചിടുകയാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. പിന്നെ നിലത്തും ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, അതും ഒക്കെ മുകളിലേക്ക് മടക്കി വെക്കണം. പിന്നെ നമ്മളെ തലേണൻ്റെ കവറൊക്കെ വേറെയാണ്. അത് ഈ ബെഡ്ഷീറ്റ് 2 ബെഡ്ഷീറ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റണ അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുറിച്ചപ്പോൾ തലേണ കവറൊന്നും അതിലുണ്ടായിരുന്നില്ല. പിന്നെ നിലത്ത് വെച്ചിരുന്ന ബ്ലാങ്കറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കി വെച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഉള്ളിയൊക്കെ വാടാൻ വേണ്ടി വെക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പിടുന്നതൊക്കെ പിന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഉള്ളി ഒന്ന് വാടിയപ്പോൾ നമ്മളതൊരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെച്ചിട്ട് നമ്മൾ മസാലപ്പൊടി ഇടാൻ പോകുന്നത് ആ എണ്ണയിലോട്ടാട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ വലിയ ജീരകം പൊടിച്ചത്, ഫിഷ് മസാല, കുരുമുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ഇട്ടൊന്ന് വഴറ്റണം. തക്കാളി നന്നായിട്ട് വെന്തടയണം. അതിന് ഞാൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്, അപ്പോൾ വേഗം ഉടഞ്ഞു കിട്ടും. പിന്നെ മീൻ കറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഞാൻ വെക്കണ ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ മീനിൽ തേക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കിയിരുന്നില്ലേ, അപ്പോൾ ആ ഒരു ജാറിലോട്ട് കുറച്ച് വെള്ളം പിന്നെ പുളിവെള്ളം കൂടി ഒഴിച്ച് അത് ഈ കറിയിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിയിൽ നിന്ന് തിളച്ച് വന്നപ്പോൾ മീൻ ഇട്ടുകൊടുത്ത് കുറച്ചേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറിയിലേക്ക് ഇടാൻ കറിവേപ്പില പൊട്ടിക്കാൻ പോയതാണ് ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ 2 പൂച്ച വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കളയാണോ എന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ കറിയിലോട്ട് അതൊക്കെ ഇട്ട് ഞാൻ പിന്നെ അത് വേറെ അടുപ്പൊക്കെ മാറ്റിയിട്ട് ഇതാ പാൻ വെച്ചിട്ട് മീൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് മീൻ പൊരിച്ചെടുക്കുകയാണേ. 4 മീനേ പൊരിക്കണുള്ളൂ കേട്ടോ. ഞങ്ങൾ 3 ആളും പിന്നെ ഒന്ന് എക്സ്ട്രാ, അഥവാ കുട്ടികൾക്ക് വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ വെച്ചെടുത്ത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചും വെച്ചു. പിന്നെ ഞാൻ വീട് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുത്തു. അടിച്ചാറിൽ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ മറിച്ചിടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വന്ന് മറിച്ചിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവമാണ് ഭയങ്കര ഇതായിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് കഴുകാനുണ്ടാവും. അപ്പം ഞാനതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ മേലെ പോയിട്ട് ഡ്രസ്സ് അലക്കാട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. മഴ ആയതുകൊണ്ട് പുറത്തൊന്നും വിരിച്ചിടാൻ പറ്റില്ല. അവിടെ ഒരു ഷീറ്റ് ഉണ്ട്, അതിൻ്റെ ചോട്ടിൽ ഒക്കെ വിരിച്ചിട്ടു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മലൻ്റെ അവിടേക്ക് നോക്കിയപ്പോൾ അത് ആ കോടായിരുന്നു കേട്ടോ. ഫുള്ള് ഒരു 11 മണി ആ ഒരു ടൈമിലാണ്. മല ഒന്നും കാണാനില്ല, കോട മൂടിയിട്ട്. ആ ഒരു ഭാഗത്ത് നമ്മുടെ കൂമ്പന്മല ഉണ്ട് കേട്ടോ, അത് കാണുന്നില്ല. അപ്പോൾ എൻ്റെ കുളിയും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ, ഫസ്റ്റത്തെ വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലും
കുഴപ്പങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസോ ഇതിൽ ഉഷാറായിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ശരി എന്നാൽ ഓക്കെ.